നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പച്ചി വാ വാ. ജയന്തി ഇവിടെ നിൽക്ക. മോളെ ജയന്തി. അല്ല, ഐശ്വര്യമോൾക്കേ ഒരാഗ്രഹം. എന്താഗ്രഹം? ജയന്തി മോള് 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി എന്നൊരാഗ്രഹം. ആണോ? എന്നാലേ ജയന്തിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ആഗ്രഹമില്ല. ഓ, ഇതിന്റെ അപ്പുറം കാശും പണവും കണ്ടിട്ടുണ്ട് ഈ ജയന്തി. ഓ, ഒരു കാരണവും ഇല്ലാതല്ലേ എന്നോട് ആദ്യം ദേഷ്യം കാണിച്ചത്? അല്ല, എന്നിട്ട് ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയത് എങ്ങനെയാ? ജയന്തി, സോറി ജയന്തി, ഐ എം വെരി സോറി. ഞാൻ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് ജയന്തിയോട് ദേഷ്യം കാണിച്ചത്. അതെനിക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ ഐശ്വര്യ എന്നോട് ദേഷ്യം കാണിച്ചാ തന്നെ എന്താ? അല്ല, ഈ ചട്ടിയും കലോ ആവുമ്പോഴേ അങ്ങ് തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്നേ. അല്ല, പെട്ടെന്ന് എന്നോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? എന്നോട് പെട്ടെന്ന് അങ്ങനെ ഇഷ്ടം തോന്നൂലെന്ന് എനിക്കറിയാം. ജയന്തി, ശ്യാമയെ കാരണം ഒരു നിവർത്തിയില്ല. അല്ല, എന്ത് നിവർത്തിയില്ലെന്ന്? അവിടെ വീട്ടില് ശ്യാമ ജയന്തി ഉപദ്രവിക്കാറുണ്ടായിരുന്നില്ലേ? ആ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ശ്യാമയെ ഒതുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിക്കണമെന്നല്ലേ? അങ്ങനൊന്നുമല്ല. അവിടെ ജയന്തി മോളും ഇവിടെ ഐശ്വര്യ മോളും ഒരുപോലത്തെ അവസ്ഥയില. എന്റെ അപ്പച്ചി, ഈ ജയന്തിക്ക് കാര്യങ്ങളെ ഒറ്റയടിക്ക് മനസ്സിലാവും. ശ്യാമ കമ്പനിയില് വലിയ ആളായി. ഇപ്പൊ കല്യാണം വീട്ടിലെല്ലാവരും അംഗീകരിച്ച് നടത്താനും പോകുന്നു. അപ്പോ ഇതിലൊക്കെ ഞാനൊന്ന് ഇടപെടണം അല്ലേ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ശ്യാമയോട് വിരോധമൊന്നുമില്ല. എന്റെ ഐശ്വര്യേ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പച്ചി, ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ നിൽക്കാം, പക്ഷേ എന്തെങ്കിലും ഗുണം വേണം. ഗുണമേ ഉണ്ടാവൂ. ഗുണമെന്ന് വെച്ചാ ഗുണത്തോട് ഗുണമായിരിക്കും. സത്യാണോ അപ്പച്ചി? അപ്പച്ചിയാണ് സത്യം. എങ്കിൽ പിന്നെ അങ്ങനെ. ഒരു മിനിറ്റേ. ആ വായാടി ഇവിടെ നിൽക്കും, പക്ഷേ ഗുണം എന്തെങ്കിലും വേണോന്നാ പറയുന്നേ. അത് ഞാനങ്ങ് സമ്മതിച്ചു. അതൊക്കെ ശരി, കൂടെ നിന്നിട്ട് നമുക്ക് തലവേദന ആവാതെ അപ്പച്ചി നോക്കിക്കോണം. അതൊക്കെ ഞാൻ ഏറ്റു. മോളൊന്നും അറിയണ്ട. മോളെ ജയന്തി. ഓ, എന്താ? അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ. ശരി. എന്താ 3 പേരും കൂടി ഒരു ഗൂഢാലോചന? അമ്മ വന്നേ. ആ ജയന്തി ഇവിടെ നിൽക്കാൻ പോവാ. എനിക്കതിനെ തീരെ കണ്ടൂടാ. അവളിവിടെ നിൽക്കാൻ അമ്മ സമ്മതിക്കരുത്. ജയന്തി ശ്യാമയുടെ നാത്തൂനല്ലേ? ആ സ്ഥിതിക്ക് ജയന്തി ഇവിടെ നിക്കണമെന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ ഒക്കെ അമ്മയുടെ ഇഷ്ടം. പിന്നൊരു തലവേദന ആവരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആ ജയന്തി. ഓ മാഡം. മാഡം, ശ്യാമയുടെ 3ാം കല്യാണം കഴിയുന്നത് വരെ ഞാനിവിടെ നിൽക്കാൻ പോവാ. അതിനെന്താ, സന്തോഷല്ലേ? പക്ഷേ ഈ മാഡം എന്നുള്ള വിളിയൊന്ന് മാറ്റിയാ കൊള്ളാം. ഈ മാഡം എന്ന് വിളിക്കുന്നതാ ഒരു പവർ. എനിക്ക് സത്യം പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല. മരുമകനായിട്ട് ഒരു പോലീസ് ഓഫീസർ കുടുംബത്തിൽ വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? ചേച്ചി പറ. അത് പിന്നെ സന്തോഷം തന്നെയാ. എങ്ങിതാ ഇതിൽ ഒപ്പിട്ടുള്ളൂ. അല്ല, ആ വീഡിയോയില് ആ പയ്യൻ, അത് അതിനെ കുറിച്ചൊന്നും എഴുതില്ല. ആരുടെ പേരും പറയും. ധൈര്യമായിട്ട് ഒപ്പിട്ടു.
എന്താ അമ്മേ? അല്ല മോളെ, അതൊരു പരാതി എഴുതിക്കൊണ്ടു വന്നതാ. പരാതിയോ? എന്തു പരാതി? ആരുടെ പരാതി? എന്താ സാർ? അല്ല ശ്രുതി, അശ്വതിയുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്റെ അവസ്ഥകളോ? എന്റെ എന്താ അവസ്ഥ? പോലീസൊക്കെ എന്തിനാ വന്നത്? ഇത് എസ് ഐ ജയേഷ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാ. ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നേ ഉള്ളൂ. കുട്ടി, എല്ലാം നല്ലതിനാ. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്റെ എന്ത് കാര്യം നിങ്ങൾക്ക് അറിയാന്ന്? അയ്യോ, അമ്മ അമ്മ ആവശ്യമില്ലാതെ ഇവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിനാണോ സാർ എസ് ഐ ഒക്കെ കൊണ്ടുവന്നത്? അയ്യോ, എനിക്ക് അപ്പോഴേ ഓരോ സംശയങ്ങൾ തോന്നിയിരുന്നു. ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞിരുന്നല്ലേ. സാർ പ്ലീസ് ഒന്ന് പുറത്തു പോയിത്താ. ഇനി എനിക്ക് സഹായങ്ങളൊന്നും വേണ്ട. അശ്വതി ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മിച്ച് വേണം ഓരോന്ന് പറയാൻ. മോളെ, നീ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ. നമ്മളെ സഹായിക്കാനാ ഇവര് വന്നത്. അല്ല, ഒരു നല്ല കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ജയേഷിന് അശ്വതി വിവാഹം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നോ? സർ പ്ലീസ് ഒന്ന് പോയി തരണം. അശ്വതി, ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് വേണം ഓരോന്ന് പറയാൻ. ഒരു വലിയ തെളിവ് എന്റെ കയ്യിലുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. ഇതെന്റെ ഒരു ഫ്രണ്ട്, അയാളോട് ഞാൻ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനിപ്പോ എന്താ? അശ്വതിയുടെ നേട്ടത്തിന് വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഇങ്ങനൊരു വീഡിയോ കൈവച്ചിട്ടാണോ നിങ്ങൾ എന്റെ നേട്ടത്തിനായിട്ട് വന്നത്? നോക്കശ്വതി, ഓവറാവണ്ട, കളി മാറും. ഭീഷണിയൊന്നും വേണ്ട സാറേ. കുറെ കാലം ഞാനും ജയിലിൽ കിടന്നതാ. ഈ ഭീഷണിയൊന്നും ഇവിടെ ഏൽക്കില്ല. വേണ്ട, ഏയ് ഒന്നും പറയണ്ട. അശ്വതി, സോറി. പാപ്പുവ. ഇപ്പൊ മനസ്സിലായോമേ സഹായിക്കാൻ വരുന്നവരുടെ തനി നിറം. മോളെ, നമ്മളെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.